ഞാൻ ഇപ്പോൾ കോളേജിൽ നിന്ന് വന്നതേ ഉള്ളൂ. ഗോൾഡ് എടുക്കണമെന്ന് പറഞ്ഞ് ഓടി വന്നതാണ്. കോളേജിൽ പോകണം, അല്ലെങ്കിൽ എക്സ്റ്റൻഷനാണ്. പിന്നെ കല്യാണ പ്രിപ്പറേഷൻ മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഇവിടെ ഫുൾ ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കണം. ഒന്നല്ല 2 കല്യാണമല്ലേ വരാൻ പോകുന്നത്. പെയിൻ്റ് അടി പരിപാടിയൊക്കെ നടക്കണം. അവിടെ വല്യമ്മയുടെ അവൾ ഫുൾ ട്രോളാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുവാണ്. കഷ്ടം. അപ്പോൾ ഞങ്ങൾ ഭീമയിലെത്തി. കുറച്ച് റിലേറ്റീവ്സ് എല്ലാവരും കൂടിയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ട് ഗോൾഡ് നോക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ചക്കരയ്ക്ക് സ്വർണ്ണം എടുക്കാൻ പോവുകയാണ്. ഞങ്ങൾ ഫസ്റ്റ് മാലയുടെ സെറ്റാണ് നോക്കിയത്. അശ്വതി ചേച്ചിയാണ് ഞങ്ങൾക്ക് എല്ലാ ഡേയ്സും ഞങ്ങൾക്ക് സെലക്ട് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തത്. ചേച്ചി ഭയങ്കര ഫ്രണ്ട്ലി ഒക്കെ ആയിരുന്നു, ഭയങ്കര ക്ഷമയുമാണ്. അപ്പോൾ ചേച്ചി എന്നെ എല്ലാ ഡേയ്സും സെറ്റൊക്കെ കാണിച്ചു തന്നത്. അച്ഛൻ എപ്പോഴും വീഡിയോ കോളായിരുന്നു. കാരണം അച്ഛന് 2 ഡേയ്സ് മുന്നേ മാത്രമേ ലീവ് കിട്ടിയുള്ളൂ, കല്യാണത്തിന് തൊട്ട് മുന്നേ. അപ്പോൾ ഇട്ട് നോക്കുവാണ്. ഇനി കണ്ണാടിയിൽ നോക്കൂ. ഈ 2 മാല ഇട്ട് നോക്കിയപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അത് തന്നെ സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് തന്നെ ഇട്ടിങ്ങനെ നോക്കുവാണ്. കണ്ണാടിയിൽ നോക്കി എല്ലാവരോടും ചോദിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. എല്ലാവരും അത് തന്നെ അഭിപ്രായം പറഞ്ഞത് നല്ല രസമുണ്ടെന്ന്. അപ്പോൾ ആ മാല തന്നെ ഫിക്സ് ആക്കി. അതാണ് അവരെ കാണാതിരുന്നത്. അവർക്ക് ബോറടിച്ചിട്ട് അവർ പരിപ്പുടയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. അതെന്തായാലും നന്നായി. ഞാനിങ്ങനെ പരിപ്പുടയൊക്കെ കഴിച്ച് ഇങ്ങനെ ഓർണമെൻറ്റ്സൊക്കെ ഞാൻ ഇട്ടതൊക്കെ നോക്കി ഇങ്ങനെ രസിക്കുവാണ്. എന്നിട്ട് എല്ലാവർക്കും ഒക്കെ അയച്ച് അഭിപ്രായമൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ്റെ അമ്മയ്ക്കും ചേട്ടനും ഒക്കെ അയച്ചു കൊടുത്തു. അപ്പോൾ ഇങ്ങനെ കേട്ടുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അടുത്ത കമ്മൽ സെക്ഷനാണ് കേട്ടോ നോക്കാൻ പോയത്. ഏറ്റവും കുഞ്ഞി മതി, ഒരുപാട് ഓവറാക്കണ്ട, വളരെ കുഞ്ഞി കമ്മലുകൾ, കുഞ്ഞി ജിമിക്ക മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ. അപ്പോൾ അവിടെയുള്ള കുറച്ച് വെറൈറ്റി ഒക്കെ ആയിട്ടുള്ള 2-3 കമ്മലൊക്കെ എടുത്ത് ഓരോ കാതിലായിട്ട് ഇട്ടൊക്കെ നോക്കുകയാണ്. കണ്ണാടി നോക്കുന്നുണ്ട്, എല്ലാവരെയും കാണിക്കുന്നുണ്ട്. ഇപ്പം ഇട്ടേക്കുന്ന ഈ കമ്മൽ കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി. നല്ല ഹാങ്ങിങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് നല്ല രസമുണ്ടെന്ന് പറഞ്ഞ് വല്യമ്മയും പറഞ്ഞ് നല്ല രസമുണ്ടെന്നൊക്കെ. പക്ഷേ എന്തോ എൻ്റെ മാലകളുമായിട്ട് ഒരു ചേർച്ചയില്ലെന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അടുത്തത് നോക്കാം. നീയാണ് അതിന് ഉത്തരവാദി. ഈ കാതിൽ കൂടെ എൻ്റെ നടിച്ചോണ്ട് പോയി. നോക്കട്ടെ. ചെറിയ കമ്മലം പതിയെന്നാണ് ഞാൻ നിർബന്ധിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഉണ്ണിമയാണ് പറഞ്ഞത് വലിയ കമ്മലം ഇട്ട് നോക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഇതെടുക്കുക. ഈ വള വേണോ? ഇത് വേണോ? വള നോക്കാനാണ് ഒരുപാട് ടൈം എടുത്തത്. കാരണം ഒരുപാട് വള, 1-2 ഒന്നുമല്ലല്ലോ, ഒരുപാട് വളയായതുകൊണ്ട് ഇഷ്ടംപോലെ ടൈം എടുത്തു. നോക്കി അവസാനം മടുത്ത് എല്ലാവരും. അത് എനിക്കിഷ്ടപ്പെട്ടു. വള മാറ്റിയിട്ട് കൈയൊക്കെ വേദനിച്ച് തുടങ്ങി. ഒരഞ്ഞൊക്കെ ചെയ്ത് സത്യം പറഞ്ഞാൽ. അങ്ങനെ പിന്നെ ചേച്ചി ക്രീം തന്ന് അതിട്ട് നോക്കിയിട്ട് വീണ്ടും വളയൊക്കെ മാറ്റി നോക്കി എന്തൊക്കെയോ എടുത്ത് ഒപ്പിച്ചു. അവർ ബോറടിച്ചിട്ട് പോയി സെൽഫിയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടൊക്കെ ഇരുന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ മടുത്ത്. പിന്നെ ഞങ്ങൾ മോതിരം 2 പേർക്കുമുള്ള മോതിരം സെലക്ട് ആക്കാനായിട്ട് പോയി, പേരെഴുതിയ മോതിരം. അത് കഴിഞ്ഞ് ഞാൻ ഈ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടിങ്ങനെ നടക്കുക. വള ജസ്റ്റ് സെലക്ട് ആക്കിയെന്നുള്ളൂ. പിന്നെ വേറൊരു ദിവസം പോയായിരുന്നു, അതാണ് ജസ്റ്റ് സെലക്ട് ആക്കിയെന്ന് പറഞ്ഞത്. പിന്നെ കുഞ്ഞിയുടെ മോളൊക്കെ വിളിക്കായിരുന്നു ഗൾഫിൽ നിന്ന്, ചിഞ്ചു. അവൾ വിളിച്ച് കാണിച്ചു ഓർണമെൻറ്റ്സ് ഒക്കെ. അങ്ങനെ കഴിഞ്ഞ് ആ ഓർണമെൻറ്റ്സ് ഒക്കെ മാറ്റി. എടി അപ്പുറത്ത്.
അങ്ങനെ കമ്മലൊക്കെ ഊരി മാറ്റുകയാണ്. അതിനെനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു, കാരണം ഇട്ടപ്പോൾ ഒരു രസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. വീണ്ടും ആശേട്ടൻ വിളിച്ചു കാണാൻ വേണ്ടി. ഞാൻ വിളിക്കാൻ പറഞ്ഞിട്ട് വിളിച്ചത്, എന്നിട്ട് വേറെ എങ്ങോട്ടോ നോക്കിയിരിക്കുക. അങ്ങനെ അന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ വേറൊരു ദിവസം വീണ്ടും പോയി വളകൾ സെലക്ട് ആക്കാൻ വേണ്ടി. അന്നത്തെ വള ഫോട്ടോസൊക്കെ നോക്കിയപ്പോൾ ഇഷ്ടമായില്ല, ഒന്നും കൂടി നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ വല്യമ്മയും മാമിയും ഞങ്ങളെല്ലാവരും കൂടി പോയി വളകളൊക്കെ നോക്കി. ഏകദേശം സെറ്റായി, പിന്നെ മാറ്റിയില്ല. ഏകദേശം വളയൊക്കെ സെറ്റായി. ഇതൊക്കെ തന്നെ സെലക്ട് ആക്കിയത്. ചെറിയ ചെറിയ വ്യത്യാസം ഇനിയും വരുന്നുണ്ട്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ഓർണമെൻറ്റ്സ് എടുക്കാനായിട്ട് പോയപ്പോഴേക്കും ലാസ്റ്റത്തെ മാലയ്ക്ക് എന്തോ ഒരു പാളി മാത്രം വേറൊരു കളർ പോലെ ഫീൽ ചെയ്തു. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടെ വേറെ സെറ്റ് ഇട്ട് നോക്കാമെന്ന് പറഞ്ഞ് നോക്കിയിട്ട് അവസാനം ഈ 3 മാല ഫൈനലൈസ് ചെയ്തു. ഇതാണ് ഞാൻ കല്യാണത്തിനെടുത്ത ഫൈനൽ 3 മാല. കമ്മൽ വളകളും കുറച്ച് ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ. മൊത്തത്തിൽ അതാ പറഞ്ഞത്, കുറേ വട്ടം മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് കമ്മൽ മാല എന്താ സെറ്റ് ഇത് തന്നെയാണ്. അന്ന് തന്നെ വളകളും വേറെ മാറ്റി. അന്നത്തേന്ന് ചെറിയ ചെറിയ ചേഞ്ചേ ഉള്ളൂ. അപ്പോൾ ഇത് ഫൈനലൈസ് ചെയ്തിരിക്കുന്നു. ഇതാണ് എൻ്റെ ഫൈനൽ മാല, വള, കമ്മൽ എല്ലാം സെറ്റ്.